ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഫോട്ടോ ഫ്രെയിംസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള 3 ഫ്രെയിംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ A4 ഷീറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫ്രെയിം കാണാം. ആദ്യം വേണ്ടത് A4 ഷീറ്റിലോട്ട് സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കണം. ചെറുതും വലുതുമായിട്ടുള്ള ലൈൻസ്. വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ഉണ്ടാവില്ല, കാരണം ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് ട്രൈപോഡ് വീണ് പൊട്ടിപ്പോയി. പിന്നെ അത് എങ്ങനെ വെച്ചിട്ട് ശരിയാവുന്നില്ല. ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫോൺ വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്ലിയർ ഇത്തിരി കുറവായി കാണിക്കുന്നത്. എന്തായാലും ഞാൻ പിന്നീട് സൂം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ലൈൻസ് ഇട്ട് കൊടുത്തു. പിന്നെ ലൈൻസിൻ്റെ എൻഡിലായിട്ട് ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തു. പിന്നെ കളർ വെച്ചിട്ട് അത് ഫില്ല് ചെയ്യാണ്. വാട്ടർ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത ആ ലൈൻസൊക്കെ മാർക്കർ വെച്ചിട്ടൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് മാർക്കർ കൊണ്ട് നമ്മൾ താഴെ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്, ഏറ്റവും അടിയിലായിട്ട്. പിന്നെ ആ ഒരു ലൈൻസിൻ്റെ കൂടെ ഒരു ബോവും കൂടെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് നല്ല കാലിഗ്രഫിയിൽ നമ്മൾ പിൻട്രസ്റ്റ് എന്നോ അല്ലെങ്കിൽ ക്രോമെന്നൊക്കെ സെർച്ച് ചെയ്തെടുത്തിട്ട് അതുപോലെ ഒന്ന് നോക്കിയിട്ടൊന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. ഇങ്ങനെ ഹാർട്ട്സിൻ്റെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു സൈഡിൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ഗ്ലിറ്ററാണ്. ഏതെങ്കിലും ഒരു ഗ്ലിറ്റർ എടുക്കുക, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ഗ്ലിറ്ററൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രെയിം അടിപൊളിയായിട്ടുണ്ട്. ഫ്രെയിം അല്ല, നമ്മൾ ചെയ്ത ആ ഒരു പിക്ചർ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇത് ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഫ്രെയിം ചെയ്തിട്ട് നോക്കും, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് വാലന്റൈൻസ് ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ വളരെ സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പെയിൻറ്റിങ് നോക്കാം. അത് വളരെ ഇതിനേക്കാളും സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ A4 ഷീറ്റിലോട്ട് നമ്മളൊരു ഹാർട്ട് വരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. എനിക്ക് ഡയറക്റ്റ് വരയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനൊരു പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തിട്ട് അതവിടെ വച്ചിട്ട് അതിൻ്റെ ഇത് നോക്കിയിട്ടാണ് വരഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഈ ഒരു കളർ മാർക്കർ എടുത്തിട്ടുണ്ട്. അതൊരു വാട്ടർ പോലത്തെ ഒരു മാർക്കറാണ് കേട്ടോ. ഒരു വാട്ടർ കളറല്ല, ഒരു ആഷ് കളർ ആണ് വരുന്നത്. അത് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് തിക്കായിട്ടുള്ള ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ലവ് നെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സെയിം കളർ വെച്ചിട്ട് കുറേ ഡോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു ഹാർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ബ്രഷ് എടുത്തിട്ട് ബ്രഷിൽ ഒരു റെഡ് കളർ പെയിൻറ്റും ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ പേപ്പർ നല്ല പോലെ തന്നെ കയ്യിൽ അടച്ചു പിടിക്കണം. എന്നിട്ട് വേണം മൊത്തം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അതിനുശേഷം ഞാൻ ലവിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് കാലിഗ്രഫിയിൽ ദിസ് ഈസ് അസ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പിൾസിൻ്റെ നെയിമും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്രെയിം. ഇത് വളരെ സിമ്പിളാണ്, ഒരു യുണീക്കായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ പെയിൻറ്റിങ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എൻവലപ്പാണ്. ഒരു എൻവലപ്പ് ആദ്യം വരഞ്ഞെടുക്കാം. വളരെ സിമ്പിളാണല്ലോ എൻവലപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. വരക്കാനും ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് എൻവലപ്പ്. അപ്പോൾ നമ്മൾ ഓപ്പണായി കിടക്കുന്ന ഒരു എൻവലപ്പ് വരയ്ക്കുക. എൻവലപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് കുറേ ഹാർട്ട്സ് ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ വരഞ്ഞെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ വരയ്ക്കേണ്ടത്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യാം. ഒരു ലൈറ്റ് റോസും ഡാർക്ക് റോസും ഒക്കെ മിക്സ് ചെയ്യുന്ന രീതിയിലാണ് വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാർട്ട്സിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ലീവ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെ വരഞ്ഞെടുക്കാം. ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ വരയ്ക്കാനായിട്ട്. ഇനി കുറേ ഡോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കോട്ടും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും സിമ്പിളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3 സിമ്പിളായിട്ടുള്ള വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഫ്രെയിംസ്. അപ്പോൾ വളരെ സിമ്പിളാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.